ജോലിയൊക്കെ കിട്ടി എറണാകുളത്തേക്ക് താമസമായ പിന്നെ എൻ്റെ കാര്യങ്ങൾക്കൊന്നും ഒരു ടേസ്റ്റ് ഒന്നും അവസ്ഥ. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം പിള്ള ഇന്ന് ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞ അനുസരിച്ച് ഞാൻ ജാറൊക്കെ എടുത്ത് അച്ഛൻ തന്നെയാണ് പൊടികൾ ഇടുന്നത്, ഞാൻ പോലും അല്ല. അതൊക്കെ ഇട്ട് ചുമ്മാ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് അടുപ്പ് കത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചീനച്ചട്ടിയും വെച്ചു. ഇതാ പെട്ടെന്ന് നമ്മുടെ എണ്ണയും ചൂടായി, കടുക് ഇട്ട് പൊട്ടിച്ച് പിന്നെ വറ്റൽമുളകും നമ്മുടെ കറിവേപ്പിലൊക്കെ ഇട്ട് അങ്ങ് താളിച്ചെടുത്തിട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സവാള നീളത്തിൽ 2-3 സവാള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, നീളത്തിൽ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇട്ട് ഈ ഒരു ബ്രൗൺ കളറാക്കി. ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായില്ല കേട്ടോ, കാരണം ഞാൻ ഇടുന്ന ഉപ്പൊക്കെ ഇപ്പോൾ ഭയങ്കര കൂടുതലെന്നാണ് അച്ഛൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ഇടാൻ പോയില്ല, അച്ഛൻ തന്നെ ഇട്ടോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ തക്കാളി ഇട്ട് ഒന്ന് ഇളക്കി പൊത്തി വെച്ചു. അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട് എന്തോ ഒരു സാധനം ഞാൻ മറന്നല്ലോ എന്ന്. എന്താണെന്ന് ആലോചിച്ചപ്പോഴാണ് അയ്യോ നമ്മുടെ പച്ചമുളക്. പിന്നെ ഓടിപ്പോയി പച്ചമുളകും എടുത്ത് നടുകൈ വെച്ച് കീറി അതും അങ്ങ് ഞാൻ ഇട്ടിട്ടു. ഒരു 3 പച്ചമുളകെങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇരുന്നോട്ടെ എരിവ്, ഇരിക്കട്ടെ, എല്ലാവരും അങ്ങ് എരിഞ്ഞ് അങ്ങ് പുകയട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ആ അരപ്പ് ഇട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി അതും കലക്കി ഒഴിച്ചു. വേറെ ചാറൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, വെള്ളമായിട്ട്. അത് ഞാൻ അരപ്പൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ചിക്കൻ നന്നായിട്ട് മഞ്ഞൾപ്പൊടിയിൽ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് തന്നെയാണ് കറിക്കകത്ത് വേറെ മഞ്ഞൾപ്പൊടിയൊന്നും വേറെ അഡീഷണൽ ആഡ് ചെയ്യാതിരുന്നത്. അതും ഇട്ട് ഇതേപോലെ അങ്ങ് പൊത്തി അങ്ങ് ഫുള്ളായിട്ട് വെച്ച് പിന്നെ നന്നായിട്ട് തിളയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് തിളയൊക്കെ തന്നെ ആയപ്പോഴത്തേക്കും ഒരു നാരങ്ങ ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ നാരങ്ങ ഫുള്ള് ഞാൻ അതിലേക്ക് പിഴിഞ്ഞങ്ങ് ഒഴിച്ചു. അപ്പോൾ നമ്മുടെ ചിക്കൻ വേഗം വെന്തും കിട്ടും, ഒന്ന് വേഗം നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും കേട്ടോ. നല്ലതാണ്, ചിക്കനൊക്കെ നല്ലതാണ് വേവാനൊക്കെ ആയിട്ട്. ഇത് നമ്മുടെ സുഗന്ധദ്രവ്യം എന്ന് പറഞ്ഞൊരു ഇലയാണ് കേട്ടോ, നാട്ടിൻപുറങ്ങളിലൊക്കെ കിട്ടുന്നതാണ്. ഇതേപോലെ ചിക്കൻ്റെ വേറൊരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു നാടൻ ടേസ്റ്റൊക്കെ കിട്ടും. അതും ഞാൻ ഇതേപോലെ കീറി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. അത് വിട്ട് ഞാനങ്ങ് അടച്ചു വെച്ച് പിന്നെ ആ ഒരു ഇലയുടെ സ്മെല്ലൊക്കെ നന്നായിട്ട് കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചിട്ടങ്ങ് അടച്ചു വെച്ച് വേവിച്ചത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു പറമ്പിൽ പോയി തേങ്ങ എടുത്തിട്ട് വന്നു, പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ലതാ ചിക്കൻ കറിക്കെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തേങ്ങയും ചിരണ്ട് എൻ്റെ പാൽ വന്നിട്ടു. 1-ാം പാലാണ് കേട്ടോ എടുത്തത്. 1-ാം പാലും എടുത്ത് ഇതേപോലെ അങ്ങ് ഒഴിച്ച്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് മിസ്സായിപ്പോയതാണ്, ഞാനല്ല അച്ഛനാണ് ഉപ്പിട്ടത്. ആ ഉപ്പ് അച്ഛൻ തന്നെ പാലിട്ടോട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്തു. ഇനി ഞാനിട്ടിട്ട് കൂടിപ്പോയെന്ന് വേണ്ട. പിന്നെ നമ്മൾ 1-ാം പാൽ ഒഴിച്ച് നന്നായിട്ട് അങ്ങ് അങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതേപോലെ ഞാൻ ഇതിനു മുമ്പ് ചിക്കൻ വച്ചിട്ട്